അതുപോലെ തന്നെ നാളെ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ ക്ഷേത്രം ഉത്സവം വളരെ ഗംഭീരമാക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകൾ, ചില വലിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് വടക്കേ വയലിൽ താമസിക്കുന്നവർ നേരിടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആചാരപരമായിട്ടോ വിശ്വാസപരമായിട്ടോ അതിൻ്റെ ഭാഗമല്ലാത്ത ഒരു ചടങ്ങ് കുറച്ച് വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നു. അത് ഇവിടുത്തെ അന്നദാനം. അത് വിശ്വാസപരമായിട്ടോ ഒന്നല്ല, എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെ ഒരു അന്നദാനം ഉള്ളതായി അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവസാനം ലാസ്റ്റ് ആരാധനക്കാണ് അങ്ങനെ ഒരു ഭക്ഷണം വന്നത്. പിന്നെ അത് എല്ലാ ദിവസങ്ങളിലുമായി. അതിൻ്റെ ഒരു വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കും. സാധാരണ ഉത്സവകാലത്ത് പ്രദേശത്തുള്ളവർ, അടുത്തുള്ളവർ ഇവിടെ അവരവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. നേരെ മറിച്ച് നമ്മുടെ ഭാഗത്തിലും എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഉത്സവം കഴിയുന്നവർ മാറി നിൽക്കാനുള്ള ശ്രമത്തിലുണ്ട് എന്നതാണ്. ഉത്സവം കൊണ്ടുള്ള ബുദ്ധിമുട്ടും അത്രയും വലിയ പ്രയാസത്തിലാണ്. അന്നദാനത്തിൻ്റെ മുഴുവൻ ഉച്ഛിഷ്ടവും നമ്മളാണ് പേർന്നു വന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. അതായത് മുമ്പ് അവിടെ വെച്ചിട്ടുള്ള ബോർഡ് അരിക്കാച്ചിക്കുളം ദേവന്റെ ഭൂമിയാണ്, അത് മലിനപ്പെടുത്തരുത്. ആ ബോർഡ് വെച്ചവരും അതിനോട് ചേർന്നവരും ഉൾപ്പെടെ ഇന്ന് അരിക്കാച്ചിക്കുളം മലിനമാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പരിസരത്തുള്ള മുഴുവൻ വീടുകളിലെയും വെള്ളം ഇപ്പം മോശമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈ വർഷകാലത്തോടുകൂടി ഫിൽറ്റർ വെച്ച 2-3 കുടുംബങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് മാറി പോവുകയോ വേണ്ടത് അല്ല, ഇതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 14 ദിവസം ആരാധനക്ക് എല്ലാ സംക്രമത്തിനും കളവും അതുപോലെ മറ്റു വിശേഷ ദിവസങ്ങളിലൊക്കെ ഭക്ഷണമുണ്ട്. ഒന്നുകിൽ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുക, നല്ലൊരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെടിയുടെ വിസർജനം നിരോധിച്ചിട്ടുള്ള സ്ഥലം. ഇവിടെ വരുന്ന ചന്തയ്ക്ക് ഉത്സവാഘോഷമായും ചന്തക്ക് വരുന്ന മുഴുവൻ ആളുകളും വെടിയുടെ വിസർജനം നടത്തുന്നതും ആ വഴിയിലാണ്. അതായത് ഈ കൈകളിൽ പോകുന്ന അരിക്കാച്ചിക്കുളത്തിൻ്റെ തൊട്ട് പ്രദേശങ്ങളിലാണ് ഇത് നടക്കുന്നത്. അതിനും ഒരു ശാശ്വത പരിഹാരം ദേവസ്വം ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അന്നദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് നമുക്ക് ചിലപ്പോൾ എതിരായിട്ട് നിൽക്കേണ്ടി വരും. ക്ഷേത്രോത്സവം ഗംഭീരമാകുന്നതിന് നമുക്കൊരു തടസ്സമില്ല. അന്നദാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഭക്തജനങ്ങൾ കൂടുതൽ വരുന്നതിലും നമുക്ക് അതിലൂടെ ക്ഷേത്രത്തിൽ വരുമാനം ഉണ്ടാവുന്നതിലും യാതൊരു എതിർപ്പുമില്ല. പക്ഷേ നമ്മളെ ജീവനെ ബാധിക്കുമ്പോൾ, നമ്മുടെ സ്വത്തിനെ ബാധിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഇതുവരെ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഇവിടെ വന്നിട്ട് നമുക്കൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. ഇപ്പോൾ സമീപഭാവിയിൽ നമ്മൾ ദുരിതം പേറുന്നില്ല. അത് ഗൗരവമായിട്ട് കാണണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു എൻ ബ്ലോക്ക് ആയിട്ട് ഒരു പ്രദേശത്തുള്ളവർക്ക് ഈ അന്നദാനത്തിനെതിരെ തിരിഞ്ഞു നിൽക്കേണ്ടി വരുന്നില്ല. ഈ 2 കാര്യത്തിനും, വെടിയുടെ വിസർജനത്തിനും അതുപോലെ തന്നെ ഈ അരിക്കാച്ചിക്കുളത്തിൽ ഉണ്ടാക്കുന്ന മാലിന്യം, ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ അവസാന നാളുകളിൽ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉണ്ടാകുന്ന ദുർഗന്ധമാണ് അവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ പലരും, ഇതിലില്ലേ? അത്ര ദൂരത്ത് വരുന്നവർ എന്താതിരിക്കുക. ഇതിനെക്കാളും ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും ആവശ്യമായ ട്രീറ്റ്മെന്റ് പ്ലാന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ബയോഗ്യാസ് പ്ലാന്റുകളെല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒന്ന് പറയാനുള്ളത്, എല്ലാവർക്കും ക്ഷേത്രങ്ങളിലേക്ക് വരുന്നതിൽ വലിയ വാഹനങ്ങളിലാണ് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക. എന്നുവെച്ചാൽ പഴയ പോസ്റ്റ് ഓഫീസ് അമ്പലം റോഡ് ഈ ആരാധന ദിവസം, പ്രത്യേകിച്ച് തിരക്കുള്ള ദിവസങ്ങളിൽ, ഉത്സവത്തിന് തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം വലിയ ഗതാഗത പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു വാഹനം മറക്കണമെങ്കിൽ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. മറ്റ് പെരുങ്കളിയാട്ടങ്ങളിൽ പോലെ സംവിധാനങ്ങൾ ചെയ്ത പോലെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ഭൂമിയൊക്കെ വാഹന പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യണമെന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പ് പറയാം, അത് ഒരു വിഷയം. പിന്നെ നേരത്തെ ആദ്യം പറഞ്ഞൊരു വിഷയമുണ്ട്. അത് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പക്ഷേ വെല്ലുവിളിച്ചിട്ട് പറയാം, അന്നദാനത്തിനെതിരായിട്ട് നമുക്ക് വടക്കേ വയലുകാർക്ക് നിൽക്കേണ്ടി വരുമെന്നുള്ള ഇത്ര വാദം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.